അർജുൻ കല്യാടിലേക്ക് നമുക്കൊന്ന് പോകാം. അർജുൻ കല്യാട്, ഇപ്പോൾ ഈ മലമുകളിൽ നിന്ന് അവിടെയുള്ള ആ ഒരു ഭാഗം അർജുന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് അങ്ങോട്ടും ഒന്ന് വേണമെങ്കിൽ നമ്മുടെ ക്യാമറ പാൻ ചെയ്യാവുന്നതാണ്, രഞ്ജിത്ത് മന്നിപ്പാടിയോടും ലിമേഷിനോടും പറഞ്ഞുകൊണ്ട്. അതായത് അവിടെ നിൽക്കുന്ന മരങ്ങൾ, ഇപ്പോൾ ആ മലമുകളിൽ നിൽക്കുന്ന മരങ്ങളുടെ അതേ ഘടനയുള്ള അല്ലെങ്കിൽ അതേ വലിപ്പമുള്ള മരങ്ങൾ ഒന്നിച്ച് കൂട്ടമായി ഈ മണ്ണിനൊപ്പം വന്ന് പുഴയിൽ പതിച്ചിട്ടുണ്ട്. അവ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുവെന്നാണ് ലോറി ഉടമ മനാഫ് നമ്മളോട് പറഞ്ഞത്. ഈ മരങ്ങൾക്കിടയിൽ ഒരുപക്ഷേ ഈ ലോകേഷും ജഗന്നാഥനും ഒക്കെ അതിനോടൊപ്പമായിരിക്കാം വന്ന് വീണിട്ടുണ്ട് എന്ന ഒരു സാധ്യത കൂടി ഇപ്പോൾ നേവി പങ്കുവയ്ക്കുന്നതായാണ് മനാഫ് അറിയിക്കുന്നത്. നമുക്ക് അക്കാര്യത്തിൽ തെരച്ചിൽ പൂർത്തിയാകുന്ന വേളയിലെ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇതുവരെയും അവരുടെ മൃതദേഹം കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് താനും. ഈ മരങ്ങൾ, ചെറുമരങ്ങളെല്ലാം കൂട്ടായി ഈ മണ്ണിനൊപ്പം വന്ന് പതിച്ചു കിടക്കുന്നത് ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്താണോ? ആൽമരം കിടക്കുന്നത് കുറച്ചപ്പുറത്ത് മാറിയാണ്. ഇതിൽ ഈ ചെറുമരങ്ങളെല്ലാം ഒന്നൊന്നായി എടുത്തു നീക്കുമെന്നാണ് മനാഫ് പറയുന്നത്. അക്കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തത എന്താണ്? ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് അവിടെയുള്ള ഒരു 25 മുതൽ 30 മീറ്റർ വരെ ചുറ്റളവിലുള്ള ഭാഗത്തെ തടസ്സങ്ങൾ നീക്കുക, അതിനായിരിക്കുമോ പ്രയോറിറ്റി ഇന്ന് ഉച്ചയ്ക്ക് ക്രെയിൻ എത്തുമ്പോൾ? അർജുൻ കല്യാട്. സുജി, അതായത് ആ മേഖലയിൽ, അതായത് ഈ സ്പോട്ട് ചെയ്തിട്ടുള്ള നേവിയും അതുപോലെ തന്നെ മാൽപ്പയും ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ മരങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ മാൽപ്പയെ വ്യക്തത വരുത്തിയതാണ്. ഒരുപക്ഷെ ഈ നേരെ താഴെ ഭാഗത്ത്, അതായത് ഈ മല ഇടിഞ്ഞു വരുന്നതിൻ്റെ നേരെ താഴെ ഭാഗത്തല്ല എങ്കിൽ കൂടി അല്പം ചെറിയ മാറ്റം മാത്രമേ ഈ സ്പോട്ടിലേക്കുള്ളൂ. ഒരുപക്ഷെ ഈ മരം പിഴുത് അല്ലെങ്കിൽ അടർന്നു വീഴുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ദിശ മാറ്റമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരം ദിശ മാറിയാണോ ഈ വലിയൊരു ആൽമരം ഉൾപ്പെടെ ഇതിലേക്ക് പതിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ മേഖലയിൽ മരങ്ങളുണ്ട്, ഒരു തടസ്സം സൃഷ്ടിച്ച് കുറേ ചില്ലകളും കമ്പുകളും ഒക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് മിനിഞ്ഞാന്ന് 14-ാം തീയതി നമ്മൾ പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഓരോ സ്പോട്ടുകളിലായിരുന്നു പരിശോധന. മാൽപ്പെ ഒരിടത്ത് പരിശോധന നടത്തുന്നു, അവിടെ നിന്നും ഒരു ഷാക്കിൾ സ്പിൻ സ്ക്രൂ ഇവിടെ കൊണ്ടുവരുന്നു, അതിനുശേഷം മറ്റൊരിടത്തേക്ക് പരിശോധന പോകുന്നു, അതിനുശേഷം കുറച്ച് താഴ്ഭാഗത്തേക്കൊക്കെ പരിശോധന നീണ്ടുപോയിരുന്നു. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത, നമുക്ക് കൃത്യമായ തോതിൽ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന ആ സ്പോട്ടിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. മറ്റൊരിടത്തേക്ക് പോലും ആ നേവിയുടെ വാഹനം അനങ്ങിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. കൃത്യമായ തോതിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവരുടെ പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ നേവിയുടെ 2 ബോട്ടുകൾ ഒരിടത്ത് തന്നെ 2 ബോട്ടുകളും ക്രമീകരിച്ചിരിക്കുന്നു. ആ ക്രമീകരിച്ച ആ ബോട്ടിൽ നിന്നും ഇപ്പോൾ ഡൈവർ ഈ താഴെ ഭാഗത്താണുള്ളത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഇതിനകത്തേക്ക്, അതായത് നദിയുടെ താഴെ ഭാഗത്തേക്ക് ആ നേവിയുടെ ഡിങ്കി ബോട്ടിൽ നിന്നും ആ നേവിയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വലിയ തോതിൽ കനമുള്ള ഒരു കയറ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കേബിൾ താഴേക്ക് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നതും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഒരുപക്ഷെ സ്കൂബ ഡൈവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കയറായിരിക്കാമെങ്കിൽ കൂടി ആ മേഖലയിൽ പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നത് ആ മേഖലയിൽ വാഹനമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു തടസ്സമുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ മാൽപ്പെ വ്യക്തമാക്കിയതാണ്. ആ തടസ്സം നീക്കിക്കഴിഞ്ഞാൽ, അതായത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഈ മരവും കമ്പുകളും ചില്ലുകളും ചെറിയ ചെറിയ പാറകളും ഒരു വലിയ പാറ അതിന് പരിസരത്തുണ്ട് എന്നുള്ളതും കൂടി മാൽപ്പെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയ മിളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ മരത്തിൻ്റെ ചില്ലകൾ അല്ലെങ്കിൽ മരമൊന്ന് ചെറുതായി ഇളകി കിട്ടിയാൽ പോലും പല ചില്ലകളുമൊക്കെ വീണ്ടും ഒഴുകി താഴെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ മരമൊന്ന് ഇളക്കി കിട്ടിയാൽ ഈ വാഹനത്തെ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സുജിയ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന്, അതായത് അവിടെ ഡൈവിംഗിന് തയ്യാറെടുക്കുന്ന ടീമാണ്, നോക്കിക്കഴിഞ്ഞാൽ വലിച്ചു കയറ്റുകയാണ്. അതെ, അതാണ് ഒരു കയറിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രൈ അവിടെ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് കൂടി പറയാം അർജുൻ. വലിച്ചു കയറ്റുകയാണ് സുജിയ. അതായത് ആ കയർ ഇപ്പോൾ വലിച്ചു കയറ്റുന്നത് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ ക്ലോസ് ആയി നമുക്ക് കാണിച്ചാൽ മനസ്സിലാവും. ആ നേവി ഉദ്യോഗസ്ഥർ എല്ലാവരും, ഒരാളോ രണ്ടാളോ അല്ല, 3-4 പേർ ആ ഒരു കേബിൾ പിടിച്ച് വലിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ സ്കൂബ ഡൈവർക്ക് ഒരുപക്ഷെ അവർ ഈ ക്രെയിനും മറ്റ് സംവിധാനങ്ങളും എത്തിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഈ ആൽമരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാരമുള്ള വസ്തുക്കളിലോ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പ്രാഥമിക ശ്രമമാണോ നടത്തുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കത്തക്ക രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളാണ്, ചില അതായത് ഇപ്പോൾ ആ കയർ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ നോക്കൂ, ആ ബോയെ വെച്ച് അടയാളപ്പെടുത്തിയതിന്റെ ആ ഒരു ഭാഗത്ത് 4 ഇടങ്ങളിൽ താൻ കയർ കണ്ടു എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. ആ അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന കയറായി മനാഫ് തിരിച്ചറിഞ്ഞ അതേ കയറിന്റെ തന്നെ ബാക്കി ഭാഗങ്ങൾ അത് 4 ഇടങ്ങളിലായി ഞാൻ കണ്ടു. അത് കൃത്യമായി ഇടവിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ വണ്ടിയിൽ ഈ തടിക്കഷ്ണങ്ങൾ ബന്ധിപ്പിച്ചിരുന്നത്
പറയുന്നത് പോലെ കൃത്യമായി അകലത്തിലാണ് അത് കിടക്കുന്നത്, മണ്ണിനടിയിലാണ് അതിപ്പോൾ കിടക്കുന്നത് എന്ന് മനാഫിനോട് ഈ ഈശ്വർ മാൽപേ വ്യക്തമായി പറഞ്ഞതാണ്, മാധ്യമങ്ങളോടും പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് എന്തൊക്കെയാണ് കിടക്കുന്നത്, അതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ഡൈവ് അത് വളരെ സഹായകമാണല്ലോ. അവിടെ കയറ് കിടക്കുന്ന ഭാഗത്ത് അതിനോട് ചേർന്ന് പാറയാണോ അതോ മരങ്ങളാണോ, ഏതൊക്കെ മരങ്ങളാണ് ഇതിന് മുകളിലേക്ക്, എത്ര മരങ്ങൾ വന്ന് കിടപ്പുണ്ട്, ഒരുപക്ഷെ കൂട്ടമായിട്ടാകാം, ചിതറിക്കിടക്കുന്നതാകാം. അങ്ങനെ കൃത്യമായ ഒരു പൊസിഷനിങ് ഈ ക്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ നടത്തുക, ക്രെയിൻ എത്തിയതിനു ശേഷം കയറുകൾ ബന്ധിപ്പിക്കുക. അങ്ങനെ ഈ ഓപ്പറേഷനിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ അർജുൻ? തീർച്ചയായിട്ടും അതിൻ്റെ ചില സൂചനകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ ഈ തിരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രതികരണം എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടല്ല, ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. ഇന്നലെ അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും, ആ ബോയെ കെട്ടി നിർത്തിയ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരിശോധനകൾ നടത്തുന്നത്. ആ കയർ വലിച്ചു കയറ്റാനുള്ള ശ്രമം ഈ പറയുന്ന നേവിയുടെ ബോട്ടിൽ നിന്നും അവർ നടത്തുന്നത് വളരെ വ്യക്തമായ തോതിൽ തന്നെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ക്രെയിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ? കൃത്യമായ തോതിൽ ഒരു 100%, ഏകദേശം ഒരു ചില സൂചനകൾ പ്രകാരമാണെങ്കിൽ 100% അവർ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ പിൻബലത്തോടു കൂടി കൃത്യമായ തോതിൽ ലോറിയെ അവിടെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരിശോധനയാണ് ഈ നേവിയുടെ സംഘം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. വളരെ വ്യക്തമായ തോതിൽ തന്നെ ഈ 2 ബോട്ടുകളും, നേവിയുടെ 2 ബോട്ടുകളും ഡിങ്കി ബോട്ടുകൾ ആ സ്പോട്ടിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പരിശോധന ഇന്ന് നടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തമായ തോതിൽ ഒരു ഊർജിതമായിട്ടുള്ളൊരു പരിശോധന ആ മേഖലയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഒരുപക്ഷെ മാൽപ്പയുടെ സംഘം ഉൾപ്പെടെ ആ പരിസരത്തേക്ക് നേരത്തെ തന്നെ ഈ പറയുന്ന നീന്തി പോകുന്നതും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഈ കമ്പിയൊക്കെ കുത്തിയിട്ടുള്ള ചില പരിശോധനകളിലേക്ക് കടക്കുമെന്ന് മാൽപ്പെ പറഞ്ഞെങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു പരിശോധനയിലേക്ക് കടന്നതായി നമുക്ക് വിവരമില്ല. ഒരുപക്ഷെ അടുത്തൊരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില പരിശോധനയിലേക്ക് കടക്കും. ഇപ്പോൾ എന്തായാലും ഈ ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ സമയം ഏതായാലും 10:58 ആവുകയാണ്. അതായത് ഈ ദൗത്യം തുടങ്ങി 1 മണിക്കൂർ ആവാൻ വേണ്ടി പോവുകയാണ്. 1 മണിക്കൂറിനിടയിൽ പ്രാഥമികമായിട്ടുള്ള ഇന്നത്തെ ഒരു പരിശോധന നടത്തിയതിന് ശേഷം കൃത്യമായ തോതിൽ ഏത് തരത്തിലായിരിക്കണം ഓപ്പറേഷൻ എന്ന കാര്യത്തിലെല്ലാം ഒരു തീരുമാനമെടുത്ത് ആ രീതിയിൽ കൃത്യമായ തോതിൽ ഒരു പ്ലാനിങ്ങോടുകൂടി, അല്ലാതെ ഒരേ ഡൈവിങ് നടത്തുക, കുറേ സാധനങ്ങൾ കണ്ടെത്തുക എന്നതിലുപരിയായി ഒരു കൃത്യമായ തോതിൽ കൃത്യമായ ഒരു പ്ലാനിങ് കൃത്യതയോടുകൂടി തന്നെയുള്ളൊരു തിരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിക്കുന്ന മനാഫ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളതും അതാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വലിയ ലോഹഭാഗം, ഏകദേശം ഒരു 100 കിലോയിൽ താഴെ വരുന്ന, അതായത് 100 കിലോയോളം തന്നെ വരുന്ന ഒരു വലിയ ലോഹഭാഗം, മറ്റൊരു വാഹനത്തിൻ്റെതാണെങ്കിൽ കൂടി അത്രയും വലിയ ഭാരമുള്ള ഒരു ലോഹഭാഗം പോലും ഈ നേവിയുടെ സംഘം ഈ പുഴയിൽ നിന്നും ഉയർത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ വലിയ ആയാസമില്ലാതെ തന്നെ അവർക്ക് ഈ മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഇളക്കം തട്ടിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സഹായകരമായി. തീർച്ചയായും അർജുൻ, ആ തടസ്സങ്ങൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി അവർ അടയാളപ്പെടുത്തുകയാണ്. നമുക്ക് കാണാം 2 ബോയകൾ 2 എൻഡിലായി, അതായത് നേരത്തെ ഇപ്പോൾ ഇൻസേർട്ട് വിഷ്വലായി നമ്മളിപ്പോൾ കാണുന്നത് ഈ നദിയിൽ നിന്ന് നേവി ടീം എടുത്തുകൊണ്ടുവന്ന കയറാണ്. ഇത് അർജുൻ കൊണ്ടുവന്ന ലോറിയിൽ, അല്ലെങ്കിൽ അർജുൻ ലോഡ് എടുത്തു വന്ന ലോറിയിൽ ബന്ധിപ്പിച്ചിരുന്ന കയറിന്റെ ഭാഗമാണ്. അതവർ മുറിച്ചെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ അത് 4 ഇടങ്ങളിലായി കിടക്കുന്നത് കണ്ടു എന്ന് ഈശ്വർ മാൽപ്പയും ഡൈവിന് ശേഷം സ്ഥിരീകരിച്ചതാണ്. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്, നദിയുടെ തീരത്തോട് ചേർന്ന് ഇപ്പോൾ ബോയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം. ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 20 മീറ്ററിനുള്ളിൽ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ അവിടെ ഈ ട്രക്കുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഈ 2 പോയിന്റുകളിലും, കോൺടാക്ട് 1 ആൻഡ് കോൺടാക്ട് 2, ഈ 2 ഭാഗങ്ങളിലും തെരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷമേ ഇനി മറ്റൊരു ഭാഗം, മൂന്നാമതൊരു ഭാഗം കൂടി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നേവി അവരുടെ ഏറ്റവും പുതിയ ഡൈവിംഗ് പ്ലാൻ പുറത്തുവിട്ടപ്പോൾ വ്യക്തമാക്കിയത്. അതിൽ മൂന്നാമത്തേതിലേക്ക് പോകുന്നത് ഈ 1ഉം 2ഉം ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ കയർ കിട്ടിയ ഇടം, ആ കയർ കിട്ടിയ ഇടത്താണ് ഇപ്പോൾ കൃത്യമായി ആ ഡിങ്കി ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് കയർ കണ്ടെടുത്തത്. അതിന് കുറച്ചു മാറിയാണ് അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ടൂൾ ബോക്സിലെ ഹൈഡ്രോളിക് ജാക്കി ലിവർ കണ്ടെടുത്തത്. ആ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയതും കയർ കിട്ടിയതും ഈ 20 മീറ്ററിനുള്ളിലാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ ഈ ട്രക്ക് കിടക്കുന്നുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്.